നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. കുവൈറ്റിൽ സ്വകാര്യ ആരോഗ്യ പരിപാലന മേഖലയിൽ വിലകൾ നിശ്ചയിച്ച ആരോഗ്യ മന്ത്രാലയം. വില നിശ്ചയിച്ചത് 146 മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ, പോഷകാഹാര സപ്ലിമെന്റുകൾ എന്നിവയ്ക്ക്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി ഡ്രഗ് പ്രൈസിംഗ് കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് റോഡ് സൈഡിൽ ഭക്ഷ്യവസ്തുക്കൾ കച്ചവടം ചെയ്തവരെ പിടികൂടി ദുബായ് പോലീസ്. 10 ഏഷ്യൻ സ്വദേശികൾ പോലീസ് പിടിയിലായത് റമദാൻ മാസത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ. നിയമവിരുദ്ധ കച്ചവടത്തിന് കർശന വിലക്ക്. കുട്ടികളെ കാറുകളുടെ മുൻ സീറ്റിലിരുത്തി യാത്ര ചെയ്തതിൽ UAEയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുമായി 3800-ലേറെ കേസുകൾ. ഷാർജയിൽ മാത്രം 2600 കേസുകൾ. നിയമം ലംഘിച്ചാൽ 400 ദിർഹം പിഴ. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബലൂച്ച് ലിബറേഷൻ ആർമി. ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടക്കുന്നതായും ട്രെയിനിനടുത്തെത്തുന്ന ഭീകരർ യാത്രക്കാരെ പുറത്തിറക്കി ബന്ദികളാക്കുന്നതും ദൃശ്യങ്ങളിൽ. ബലൂചിസ്ഥാനിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടണമെന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും മുന്നറിയിപ്പ്. വികസന പദ്ധതികളിൽ കൂടുതൽ കേന്ദ്ര സഹായം നൽകണമെന്ന് നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി. വയനാട് പുനരധിവാസത്തിൽ ലഭിക്കാനുള്ള കേന്ദ്ര സഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്നും സംസ്ഥാനം. വിഴിഞ്ഞവും വായ്പാ പരിധിയും ചർച്ചയായി. കൂടിക്കാഴ്ചയിൽ ഗവർണറും. ആശമാരുടെ സമരം ചർച്ചയായില്ല. ആശമാരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ ധരിപ്പിച്ച് UDF MPമാർ. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ സ്വകാര്യ ആരോഗ്യ പരിപാലന മേഖലയിലെ 146 മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ തയ്യാറെടുപ്പുകൾ, പോഷകാഹാര സപ്ലിമെന്റുകൾ എന്നിവയുടെ വിലകൾ നിശ്ചയിച്ച ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യ മന്ത്രാലയത്തിലെ ഡ്രഗ് പ്രൈസിംഗ് കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് എൽ അവാദി വില അംഗീകരിച്ചത്. ഗുണനിലവാരവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനായി മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, പോഷകാഹാര സപ്ലിമെന്റുകൾ എന്നിവയുടെ മേൽനോട്ടം ശക്തിപ്പെടുത്തുന്നതിനും അവയുടെ വില നിയന്ത്രിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2025-ലെ മന്ത്രിതല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിലകൾ അംഗീകരിച്ചതെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് റോഡ് സൈഡിൽ ഭക്ഷ്യവസ്തുക്കൾ കച്ചവടം ചെയ്തവരെ ദുബായ് പോലീസ് പിടികൂടി. ലേബർ ക്യാമ്പുകളുടെ പരിസരത്തായിരുന്നു വിൽപ്പന. പൊതുസ്ഥലങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നത് ദുബായ് കർശനമായി വിലക്കിയിട്ടുണ്ട്. റമദാൻ മാസത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് 10 ഏഷ്യൻ സ്വദേശികൾ പോലീസിന്റെ പിടിയിലായത്. റോഡ് സൈഡിലും ഇടവഴികളിലും താൽക്കാലികമായി ഉണ്ടാക്കിയ കടകളിലാണ് കച്ചവടം നടത്തിയത്. ഇത്തരം ഇടങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യവസ്തുക്കൾ പൊതുജനാരോഗ്യത്തെ ബാധിക്കുമെന്ന് കണ്ടാണ് പരിശോധന കർശനമാക്കിയത്. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഇവ വാങ്ങരുതെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധ കച്ചവടങ്ങൾ കണ്ടാൽ 901 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ദുബായ് പോലീസ് മൊബൈൽ ആപ്പിലെ പോലീസ് ഐ സേവനം ഉപയോഗിച്ചോ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കുട്ടികളെ കാറുകളുടെ മുൻ സീറ്റിലിരുത്തി യാത്ര ചെയ്തതിന്റെ പേരിൽ UAEയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുമായി 3800-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ഷാർജയിൽ മാത്രം 2600 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള 145 സെന്റിമീറ്ററാണെങ്കിലും ഉയരമില്ലാത്ത കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തുന്നത് നിയമവിരുദ്ധമാണ്. പിൻ സീറ്റിൽ കുട്ടികൾക്കുള്ള പ്രത്യേക സീറ്റ് ഘടിപ്പിച്ച് അതിലാണ് കുട്ടികളെ ഇരുത്തേണ്ടത്. കൈക്കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നതും കുറ്റകരം. അപകടങ്ങൾ ഉണ്ടായാൽ കുട്ടികളുടെ മേലുള്ള ആഘാതം കുറയ്ക്കാനാണ് ഈ നിയമം പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കുട്ടികൾ കാർ വിൻഡോ തുറക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. രാജ്യമൊട്ടാകെ നിരവധി നിയമലംഘനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കർശന നടപടികൾ അധികൃതർ സ്വീകരിച്ചത്. നിയമം ലംഘിച്ചാൽ 400 ദിർഹമാണ് പിഴ.
കുവൈറ്റിൽ ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത്തവണ 9 ദിവസം അവധി നൽകാൻ സിവിൽ സർവീസ് കമ്മീഷൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ മാർച്ച് 30 ഞായറാഴ്ചയോ ഇല്ലെങ്കിൽ റമദാൻ വ്രതം 30 പൂർത്തിയാക്കി മാർച്ച് 31 തിങ്കളാഴ്ചയോ ആയിരിക്കും ഇത്തവണത്തെ ഈദ് ഉൽ ഫിത്തർ. മാർച്ച് 28, 29 ശനി വാരാന്ത്യ അവധികളായതിനാൽ മാർച്ച് 30 മുതൽ ഏപ്രിൽ 3 വ്യാഴാഴ്ച വരെ അവധി നൽകാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. തുടർന്ന് 2 ദിവസത്തെ ഏപ്രിൽ 4, 5 വാരാന്ത്യ അവധികൾ ഉൾപ്പെടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് 9 ദിവസത്തെ തുടർച്ചയായ അവധിയാണ് ലഭിക്കുക. ഏപ്രിൽ 6 ഞായറാഴ്ച മുതലാണ് പ്രവൃത്തി ദിനം പുനരാരംഭിക്കുക. ഇത് സംബന്ധിച്ച് സിവിൽ സർവീസ് കമ്മീഷൻ സമർപ്പിച്ച നിർദ്ദേശം ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്തയാഴ്ചയോ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകുമെന്നാണ് സൂചന. കുവൈറ്റിൽ ഡാറ്റ റോമിംഗ് നിരക്കുകൾ ഇനി മുതൽ പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിശ്ചയിക്കുവാൻ പാടുള്ളൂ എന്ന് ടെലികമ്മ്യൂണിക്കേഷൻ അധികൃതർ. എക്സ് പ്ലാറ്റ്ഫോം വഴിയാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. ഡാറ്റ ചാർജ് നിശ്ചയിക്കുന്ന നിലവിലെ രീതിക്ക് പകരം ഈ സേവനത്തിന് നിശ്ചിതവും വ്യക്തവുമായ പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ പരിമിതമായ നിരക്ക് മാത്രമേ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുവാൻ പാടുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. റമദാൻ മാസത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുവരുന്ന സമൂഹ മാധ്യമ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നത് ശ്രദ്ധയോടെ വേണമെന്ന് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നറിയിപ്പ്. റമദാൻ മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നൽകുന്ന ധനസഹായം ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഇടപാടുകൾ കരുതലോടെ വേണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് സുരക്ഷിതമായ മാർഗത്തിലൂടെ മാത്രമേ പണം അയക്കാൻ പാടുള്ളൂ. പാവങ്ങൾക്കുള്ള സഹായം, സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള സഹായം എന്നീ പേരുകളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശം ലഭിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് അധികൃതർ സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയത്. വിശുദ്ധ റമദാനിലെ ആദ്യ 10 ദിവസങ്ങളിൽ പ്രവാചക പള്ളിയിൽ 97,5341 പേർ നമസ്കാരം നിർവഹിച്ചതായി ഹംറ കാര്യ വകുപ്പ് അറിയിച്ചു. പ്രാർത്ഥനയ്ക്കായി എത്തിയവർക്ക് ഹംറകാര്യ വകുപ്പ് ഏറ്റവും മികച്ച സേവനങ്ങളാണ് നൽകിയത്. വിശുദ്ധ ഹറമിന്റെ വൃത്തി കാത്തുസൂക്ഷിക്കാൻ 13,000 ശുചീകരണ തൊഴിലാളികൾ സേവനം അനുഷ്ഠിക്കുന്നതായി മക്ക നഗരസഭാ വക്താവ് ഒസാമ സൈദൂനി പറഞ്ഞു. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ശുചീകരണ തൊഴിലാളികളുടെ സാന്നിധ്യം 24 മണിക്കൂറും ഉറപ്പുവരുത്താൻ ഷിഫ്റ്റുകളായാണ് ജോലി ചെയ്യുന്നത്. MEC7 ഹെൽത്ത് ക്ലബ് ജിദ്ദ അസീസിയ കമ്മിറ്റി സംഘടിപ്പിച്ച സമൂഹ ഇഫ്താർ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലും വലിയ ജനപങ്കാളിത്തത്തിലും സാക്ഷിയായി ഇഫ്താർ സംഗമം മസ്ജിദ് ഫിർദൌസ് ഇമാം അബ്ദുള്ള യൂസഫ് അൽ ഹാഷിമി ഉദ്ഘാടനം നിർവഹിച്ചു. MEC7 വ്യായാമ മുറ സൗഹൃദത്തിന്റെയും പ്രതീകമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. MEC7 സൗദി പ്രൊമോട്ടർ സലാഹ് കാരാടനാണ് അധ്യക്ഷത വഹിച്ചത്. അസീസിയ പ്രൊമോട്ടർ സാദിഖ് പാണ്ടിക്കാട് റമദാൻ സന്ദേശം നൽകി. MEC7 സൗദി ചീഫ് കോർഡിനേറ്റർ മുഹമ്മദ് മുസ്തഫ പദ്ധതിയെക്കുറിച്ചും ജിദ്ദ ചീഫ് ട്രെയിനർ അഹമ്മദ് കുറ്റൂർ വ്യായാമ മുറയെക്കുറിച്ചും വിശദീകരിച്ചു. അബ്ദുൾ റസാഖ് ഖിറാത്ത് നടത്തി. ബേബി നീലാമ്പ്ര, കബീർ കൊണ്ടോട്ടി, നജീബ് കളപ്പാടൻ, നിസാം അമ്പാട്, ബൈജു കൊല്ലം, ഹിഫ് സുറഹിമാൻ, യങ് ഷാക്കീർ, KMA ലത്തീഫ്, അബ്ബാസ് ചെമ്പൻ എന്നിവർ സംസാരിച്ചു. അസീസിയ MEC7 കോർഡിനേറ്റർ മുഹമ്മദ് അലി കുന്നുമ്മൽ, ട്രെയിനർ ആരിഫ് എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് പുനരധിവാസത്തിൽ ലാപ്സായ കേന്ദ്ര സഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ആലോചനകൾ നടത്താമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചു. എന്നാൽ ആശാ വർക്കർമാരുടെ സമരത്തിൽ ചർച്ചയുണ്ടായില്ല. പിന്നീട് UDF MPമാർ ധനമന്ത്രിയെ കണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും പ്രൊഫസർ KV തോമസും പങ്കെടുത്തു. രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു കൂടിക്കാഴ്ച. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത് ചർച്ചയായി. ലാപ്സായ കേന്ദ്ര സഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി തുടങ്ങിയവയും ചർച്ചയായി. കേരളത്തിന്റെ വികസന വിഷയങ്ങളിൽ അനുകൂല സമീപനം വേണമെന്ന ആവശ്യവും കൂടിക്കാഴ്ചയിലുണ്ടായി. ആശാ വർക്കർമാരുടെ സമരത്തിൽ ചർച്ച ഉണ്ടായില്ല. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ആലോചനകൾ നടത്താമെന്ന് ധനമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചു. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയതായാണ് വിവരം. അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. പാർട്ടിയുടെ PB യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ദില്ലിയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, ഡൽഹി.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശമാർക്ക് നിരാശ. കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നം ചർച്ചയായില്ല. വിഷയം ചർച്ച ചെയ്യാതിരുന്നത് ദൗർഭാഗ്യകരമെന്ന് ആശമാർ. കേന്ദ്രമല്ല മറിച്ച് സംസ്ഥാനമാണ് ആവശ്യങ്ങളിൽ ഇനി അനുകൂല നിലപാട് സ്വീകരിക്കേണ്ടതെന്നാണ് ആശാ വർക്കർമാരുടെ പ്രതികരണം. സമരമിരിക്കുന്ന ആശമാർ നാളെ സമരപ്പന്തലിൽ പൊങ്കാലയിടും. പാർലമെന്റിൽ ആശാവർക്കർമാർക്ക് അനുകൂലമായി കേന്ദ്രമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള കേന്ദ്ര സംസ്ഥാന കൂടിക്കാഴ്ച 31ാം ദിനത്തിലും സമരം ചെയ്യുന്ന ആശമാരിൽ പ്രതീക്ഷയേറെയായിരുന്നു. എന്നാൽ അവസരം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ മൗനം വിഷമിപ്പിച്ചെന്നും ദൗർഭാഗ്യകരമെന്നും ആശമാർ. ഈ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ആ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ദൗർഭാഗ്യകരമാണ്. നിലവിൽ ഈ ഒരു പ്രതീക്ഷ, അതായത് സംസ്ഥാനം ഡൽഹിക്ക് പോകുന്നു, അവിടെ ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നു, ഒരു പ്രതീക്ഷ എന്തായാലും ആ ഒരു തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ? അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. ഒരു തൊഴിൽ സമരം നടക്കുമ്പോൾ ഇത്രയും ദിവസമായി അത് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളും കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാട് വന്നു കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് സമരസമിതി നേതാക്കൾ. ഓണറേറിയം വർദ്ധിപ്പിക്കാനും ഇൻസെൻറ്റീവ് വിരമിക്കൽ ആനുകൂല്യം നൽകുമെന്നുള്ള ഡിമാൻഡ്, ഞങ്ങളുടെ ഡിമാൻഡ് അത് നടപ്പിലാക്കാൻ കേന്ദ്രത്തിൻ്റെ അനുമതിയുടെ ആവശ്യമില്ല. അതാണ് എൻ്റെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നാളെ സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിന് മുന്നിൽ ആശാവർക്കർമാർ പൊങ്കാലയിടും. ഇതിനായുള്ള ഒരുക്കത്തിലാണ് ഇവർ. ഇന്ന് രാവിലെയോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും സമരപ്പന്തലിലെത്തി ആശാവർക്കർമാരെ സന്ദർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിന്റെ പരസ്യ പ്രതിഷേധത്തിൽ നടപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. 14-ന് ചേരുന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പരസ്യ പ്രതിഷേധം ചർച്ച ചെയ്തില്ല. സംസ്ഥാന സമ്മേളനത്തിനു പിന്നാലെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിന്റെ പരസ്യ പ്രതിഷേധം ചെറുതായൊന്നുമല്ല പാർട്ടിക്ക് വെല്ലുവിളിയായത്. വിഷയത്തിൽ നടപടി വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നതിനിടെയാണ് ജില്ലാ കമ്മിറ്റി ഇന്ന് ചേർന്നത്. എന്നാൽ സംസ്ഥാന നേതാക്കളുടെ അസാന്നിധ്യം മൂലം ജില്ലാ കമ്മിറ്റി പത്മകുമാർ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരസ്യ പ്രതിഷേധത്തിൽ സംസ്ഥാന നേതൃയോഗം തീരുമാനമെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. ഇല്ല, പത്മകുമാറിന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന കമ്മിറ്റിയിലാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറി പത്മകുമാറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങിയിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കെ പത്മകുമാർ പാർട്ടി വിട്ടാൽ CPM-ന് തിരിച്ചടിയാകുമെന്ന് ഭയമുണ്ട്. അതിനാൽ തന്നെ പത്മകുമാറിനെതിരായ നടപടിയിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രായപരിധി കേന്ദ്രത്തിലും കർശനമായി പാലിക്കാൻ CPM മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇളവ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് PBയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുടരാൻ ഇളവ് നൽകിയിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ PBയിൽ നിന്നും ഒഴിവായേക്കും. വയനാട് ദുരന്ത ബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ആദ്യഘട്ട ഗുണഭോക്താക്കളുമായി ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നടത്തി. 2ാം ഘട്ട പട്ടികയുടെ A ലിസ്റ്റ് ഉൾപ്പെടെ കുടുംബങ്ങളുടെ അന്തിമ പട്ടിക ഉടൻ പുറത്തിറക്കും. പട്ടികയിൽ 87 ഗുണഭോക്താക്കളുണ്ട്. അതേസമയം ഗുണഭോക്തൃ ലിസ്റ്റിൽ അപാകതയാരോപിച്ച് ദുരന്ത ബാധിതർ നാളെ കളക്ടറേറ്റ് ഉപരോധിക്കും. റവന്യൂ മന്ത്രി കെ രാജനും നാളെ ജില്ലയിൽ എത്തും. 1ാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കളിൽ 22 പേർ മാത്രമാണ് ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകിയത്. ഒരാൾ സാമ്പത്തിക സഹായത്തിനും സമ്മതപത്രം നൽകി. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാർച്ച് 24 വരെ സമ്മതപത്രം നൽകാം. ലഭിക്കുന്ന സമ്മതപത്രങ്ങളുടെ പരിശോധനയും സമാഹരണവും ഏപ്രിൽ 13-ന് പൂർത്തിയാക്കും. ടൗൺഷിപ്പിന്റെ 2ാം ഘട്ട പട്ടികയിലെ A ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ അന്തിമ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. 87 കുടുംബങ്ങളാണ് ഈ ലിസ്റ്റിലെ ഗുണഭോക്താക്കൾ. ഫെബ്രുവരി 23-ന് പുറത്തുവിട്ട കരട് ലിസ്റ്റിൽ 6 കുടുംബങ്ങളെ കൂടി ചേർത്താണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. വാസയോഗ്യമല്ലാത്ത നോ ഗോ സോൺ ഇടങ്ങളിൽ വീടുള്ളവരാണ് A ലിസ്റ്റിൽ. വാസയോഗ്യമല്ലാത്ത പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ വാസയോഗ്യമായ ഗോസോൺ ഇടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെയാണ് B പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 70 ഗുണഭോക്തൃ കുടുംബങ്ങളുള്ള കരട് B പട്ടികയിലെ പരാതികൾ വ്യാഴാഴ്ച വരെ സ്വീകരിക്കും. ആക്ഷേപങ്ങൾ പരിഹരിച്ച് B ലിസ്റ്റും ഉടൻ അന്തിമമാകും.
എ ലിസ്റ്റ് കരടിനെ സംബന്ധിച്ച് 169 പരാതികളാണ് ഉയർന്നത്. ഇതിൽ 25 കുടുംബങ്ങളെ ബി ലിസ്റ്റിൽ പരിഗണിച്ചിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പ്രകാരം അർഹരാകാത്തവരാണ് ഒഴിവാക്കപ്പെട്ടത്. അമൃത ന്യൂസ്, വയനാട്. പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ KN ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 26 വരെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. നിലവിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലുള്ള ആനന്ദകുമാറിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. ആനന്ദകുമാർ ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിയായിരുന്നു മജിസ്ട്രേറ്റ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തത്. തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിൽ ജയിൽ സൂപ്രണ്ടിന് തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശം നൽകി. 26-ന് ആനന്ദകുമാറിനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. മൂവാറ്റുപുഴ ജയിലിലെത്തിച്ച് ഡോക്ടർമാരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും പ്രത്യേക അന്വേഷണ സംഘം ആനന്ദകുമാറിനെ ഇനി കസ്റ്റഡിയിൽ വാങ്ങുക. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വെച്ചാണ് കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. തട്ടിപ്പിനെക്കുറിച്ച് KN ആനന്ദകുമാറിനെ അറിയാമായിരുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്ന ആനന്ദകുമാറിന്റെ വാദം കോടതി പരിഗണിച്ചിട്ടില്ല. തട്ടിപ്പുമായി വ്യക്തിപരമായ ബന്ധമില്ലെന്ന വാദം നിലനിൽക്കുന്നതില്ലെന്നും കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് പാതിവില തട്ടിപ്പിലെ അന്വേഷണം പുരോഗമിക്കുന്നത്. മുഖ്യപ്രതി അനന്തകൃഷ്ണന് പുറമെ ആനന്ദകുമാറിനെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചനയിൽ നിർണായക തെളിവ് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അനന്തപുരി ഭക്തിസാന്ദ്രം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി മണിക്കൂറുകൾ മാത്രം. വൻ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെട്ടത്. കണ്ണകി ദേവിയുടെ ദർശന പുണ്യം തേടി ക്ഷേത്ര മൈതാനവും കഴിഞ്ഞ നീണ്ട ക്യൂവിൽ മണിക്കൂറുകളോളമാണ് ഭക്തർ കാത്തുനിന്നത്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തലക്ഷങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തി. ദേവീ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ക്ഷേത്രസന്നിധിയിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർ ദേവീ ദർശനം നടത്തിയത്. 3 മണിക്കൂറായി. പയ്യന്നൂര്, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിന്ന്. ഒരുപാട് ദൂരത്ത് അമ്മയെ കാണാൻ വന്നതാണ്. അമ്മയുടെ ദർശന പുണ്യം തേടി വർഷങ്ങളായി ക്ഷേത്രത്തിൽ മുടങ്ങാതെ എത്തുന്നവരുമുണ്ട് ആ കൂട്ടത്തിൽ. ഈ നടയിൽ കിടന്നുറങ്ങി ഈ നേര് നടയിലെ ഞങ്ങൾ പൊങ്കാലിട്ടിട്ടുണ്ട്. അന്ന് എൻ്റെ 17 വയസ്സ്. അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മയുടെ നട ഞങ്ങൾ വരുന്നതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഇന്ന് ആറ്റുകാലിലെത്തി. കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞ പൊങ്കാല കലങ്ങളിലേക്കാവും നാളെ നഗരം മിഴി തുറക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകംതൊഴൽ ഇന്ന് നടന്നു. മകംതൊഴലിനായി കൃത്യം 2 മണിക്ക് തന്നെ നട തുറന്നു. സർവാഭരണ വിഭൂഷിതയായ ദേവിയെ തൊഴാൻ 10,000-ങ്ങളാണ് എത്തിയത്. ആടയാഭരണങ്ങളും ഉടയാടകളും അണിഞ്ഞ് വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ കണ്ണിറയെ കണ്ട് ഭക്തർ. രാവിലെ 5:30 എഴുന്നള്ളത്തു ചടങ്ങുകൾ പൂർത്തിയായതോടെ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നത്. സർവാഭരണ വിഭൂഷിതയായി ദേവി വില്ലുമംഗലം സ്വാമിയാർക്ക് വിശ്വരൂപം ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും മകം തൊഴൽ നടക്കുന്നത്. തന്നെ ഈ സമയം കാണുന്ന സുമംഗലിമാർക്ക് ദീർഘനെടുമംഗല്യം സൽസന്തതികളും മറ്റേ പെൺകിടാങ്ങൾക്ക് നല്ല വരനെയും നല്ല ദാമ്പത്യവും നല്ല സൽസന്തതികളും ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും കിട്ടുന്ന അരുളി ചെയ്തു. അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ പ്രത്യേകമായിട്ട് നടന്നു തുടങ്ങുന്നത്. ഉത്തരം വൈകുന്നേരം കാക്ക കൂട്ടുകയറുന്നതിന് മുമ്പ് ഭഗവതിയും ശാസ്താവൻ തടമ്പുമായിട്ട് മേശാന്തി വലിയഴുക്കാവ് പോയിട്ട് വിശ്രമിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ഓട്ടുപാത്രങ്ങളും കലവറയിലേക്ക് മാറ്റി ഭൂതഗണങ്ങൾക്ക് വേണ്ടി ഈ അമ്പലം വിട്ടുകൊടുക്കുകയാണ്. ആരെയും പിന്നെ അവിടെ അന്ന് കയറ്റില്ല. പിറ്റേന്ന് കാക്ക കരഞ്ഞതിന് ശേഷം മാത്രമേ ഈ മേശാന്തി ഇങ്ങോട്ട് വരുള്ളൂ. കാരണം ഉദിച്ചതിന് ശേഷം മാത്രമേ വന്ന് നിത്യധാര കടമ്പുകളുള്ളൂ. ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് മകം തൊഴൽ ആരംഭിച്ചു.
ഭക്തർക്ക് ദർശനം സൗകര്യപ്രദമാക്കുന്നതിനു വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുടുംബമായി എത്തുന്നവർക്കും പ്രത്യേകം വരികളുണ്ടായിരുന്നു. രാത്രി വരെ ഭക്തർക്ക് മകം ദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ദർശനത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് പോലീസും ഒരുക്കിയിരുന്നത്. മകം തൊഴലിന് ശേഷം ഇറക്കിപ്പൂജയും മകം വിളക്കെഴുന്നള്ളിപ്പും നടന്നു. മകം തൊഴാനെത്തിയ ഭക്തർക്ക് നിൽക്കാൻ നടപ്പന്തലടക്കം എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഹയർ സെക്കൻഡറി ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ നടപടി. അമരവിള LMS HSS പ്രിൻസിപ്പൽ, LMS UPS ഓഫീസ് അസിസ്റ്റന്റ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ദിവസങ്ങൾക്ക് മുമ്പാണ് അമരവിള LMS ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രിയിലെത്തിയ പ്രിൻസിപ്പലിനെ നാട്ടുകാർ തടഞ്ഞത്. +2 ചോദ്യപേപ്പറിൽ കൃത്രിമം കാട്ടാനാണ് പ്രിൻസിപ്പൽ എത്തിയതെന്നാണ് ആരോപണം. പ്രിൻസിപ്പൽ എത്തിയത് ഡ്രൈവർക്കും സെക്യൂരിറ്റി ജീവനക്കാരനും ഒപ്പമായിരുന്നു. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ പരീക്ഷാ സമയത്ത് അനധികൃതമായി കയറിയ പ്രിൻസിപ്പൽ റോയി ബി ജോണിനെയും ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന റൂമിന് സെക്യൂരിറ്റിയായി നിയമിച്ചിരുന്ന ഓഫീസ് അസിസ്റ്റന്റ് ലെറിൻ ഗിൽബർട്ടിനെയും വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തായ്ലൻഡിലും മ്യാൻമാറിലും ജോലി തട്ടിപ്പിനിരയായി തടങ്കലിലായ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നത് തുടരുന്നു. രണ്ടാമത്തെ വ്യോമസേനാ വിമാനത്തിൽ ഇന്നെത്തിച്ചത് 266 പേരെ. സംഘത്തിൽ 3 മലയാളികളുമുണ്ട്. തിരികെ എത്തിയവരിൽ നിന്നും CBI വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ജോലി തട്ടിപ്പിനിരയായി തായ്ലൻഡ് മ്യാൻമാർ അതിർത്തിയിൽ കുടുങ്ങിയ 543 ഇന്ത്യക്കാരിൽ 283 പേരെ തിരിച്ചെത്തിച്ചിരുന്നു. മ്യാൻമാറിലെയും തായ്ലൻഡിലെയും എംബസികളുടെ ഇടപെടലോടെ വ്യോമസേന വിമാനത്തിലാണ് ഇവരെ തിരികെ എത്തിച്ചത്. സംഘത്തിൽ ഒരു വനിതയടക്കം 8 മലയാളികളാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് 24 മണിക്കൂർ പിന്നിടുമ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 190ഓളം യാത്രക്കാരെയാണ് ഇതിനിടെ രക്ഷപ്പെടുത്തിയത്. 30 ഭീകരരെ കൊലപ്പെടുത്തി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ട്രെയിൻ റാഞ്ചൽ നടത്തിയിരിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടക്കുന്നതും ട്രെയിനിനടുത്തെത്തുന്ന ഭീകരർ യാത്രക്കാരെ പുറത്തിറക്കി ബന്ദിയാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം ഇനിയുള്ള മോചനം അതീവ സങ്കീർണമാണെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് വ്യക്തമാക്കി. 9 ബോഗികളുള്ള ട്രെയിനിൽ 3 ഇടങ്ങളിലായാണ് ആളുകളെ ബന്ദികളാക്കിയിരിക്കുന്നത്. ഇവരുടെ ഇടയിൽ ചാവേറുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സൈന്യം സമീപിക്കാൻ ശ്രമിച്ചാൽ സ്ഫോടനം നടത്തി ട്രെയിൻ തകർക്കുമെന്ന ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യം ദുഷ്കരമാണ്. പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന BLA തടവുകാരെ മോചിപ്പിച്ചാൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കൂ എന്നാണ് BLAയുടെ നിലപാട്. അതേസമയം വിഘടനവാദി തീവ്രവാദികൾക്ക് പിന്നിലുള്ള പ്രധാനി അഫ്ഗാനിസ്ഥാനിലാണെന്ന് സംശയമുണ്ട്. പ്രധാന പാകിസ്ഥാൻ മാധ്യമമായ ജിയോ TV-യാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ സൂത്രധാരൻ ഉൾപ്പെടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഉന്നതരുമായി ആശയവിനിമയം നടത്താൻ ആക്രമണകാരികൾ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെന്നും ജിയോ TV റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തൃശൂർ കുന്നംകുളം തുരുത്തിക്കാട് ബണ്ടിൽ നിന്നും തോട്ടിലേക്ക് മലിനജലം ഒഴുകുന്നതായി പരാതി. ബണ്ടിലെ ചോർച്ചയിലൂടെ കറുത്ത നിറമുള്ള വെള്ളമാണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നത്. പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. പുഞ്ചകൃഷിക്കുള്ള വെള്ളമാണ് ബണ്ടിലേക്ക് പമ്പ് ചെയ്ത് നിറയ്ക്കുന്നത്. നൂറാടിത്തോടിൻ്റെ ഇടത്തോടിൽ നിന്നുള്ള വെള്ളമാണ് വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് ബണ്ടിലേക്ക് പമ്പ് ചെയ്യുന്നത്. കൃഷിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം തുറന്നുവിടുകയും ചെയ്യും. പണ്ടുകാലത്ത് കുളിക്കാനും അലക്കാനും കുടിക്കാനും ഉപയോഗിച്ചിരുന്ന ബണ്ടിലെ വെള്ളം ഇന്ന് മലീവസമാണ്. കറുത്ത ദുർഗന്ധം വമിക്കുന്ന വെള്ളം പ്രദേശവാസികളെ അടക്കം ദുരിതത്തിലാഴ്ത്തുന്നു. കുന്നംകുളം മാർക്കറ്റിൽ നിന്നുമടക്കം മലിനജലം ഒഴുകിയെത്തുന്നത് ഈ ബണ്ടിലേക്കാണ്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുന്നംകുളത്തെ മുഴുവൻ വേസ്റ്റ് മാലിന്യങ്ങളും ദ്രവ മാലിന്യങ്ങളും ഈ ബണ്ടിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ട് ഈ ബണ്ടിൽ വന്നടിയുന്ന ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ താഴെത്തട്ടിലേക്ക് ലെയറുകളിലായിട്ട് പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ കുടിവെള്ളം മുഴുവൻ കുടിക്കാൻ പാകമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് കോളിഫോമും ഈ കോളിഫോമും ഒക്കെ ചേർന്ന് നൈട്രേറ്റിൻ്റെ അംശങ്ങൾ വരെ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പല തവണകളായിട്ട് നഗരസഭകളിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ മുഴുവൻ ആളുകളുടെ ഒപ്പ് ശേഖരണം നടത്തി ചെയർപേഴ്സനെ പോയിട്ട് കണ്ടു, ഇവിടുത്തെ വീട്ടമ്മമാർ പോയി കണ്ടു.
കഴിഞ്ഞ തവണ കൃഷി ഇറക്കാമെന്ന് പറഞ്ഞു വന്നുള്ള കൃഷി ഓഫീസർമാരോട് ഇവിടുത്തെ ഈ കറുത്ത മലിനജലം കുപ്പികളിലാക്കി കൊണ്ടുപോയി ഞങ്ങൾ നൽകിയിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വെള്ളം ഈ നാടിനെ സംഭാവന ചെയ്തത് നിങ്ങളാണ്, ഇതിനൊരു മാറ്റം വരുത്തണം പറഞ്ഞപ്പോൾ ഞങ്ങൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാലം ഇത്ര കഴിഞ്ഞു, ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പോലും വെച്ചിട്ടില്ല. വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഇവിടുത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഭാവി തലമുറയ്ക്ക് ഈ കുടിവെള്ളം പോലും നഷ്ടമാകുന്ന രീതിയിലാണ് ഈ നഗരസഭ ഈ പ്രദേശത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത്. പ്രദേശത്തെ കിണറുകൾ വരെ മലിനമായി തുടങ്ങിയെന്ന നാട്ടുകാർ പറയുന്നു. വിനോദസഞ്ചാര സാധ്യതകളടക്കമുള്ള മനോഹരമായ തിരുത്തിക്കാട് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്ന ഈ ഒരു ബണ്ട് പ്രദേശവാസികളിൽ അസ്വസ്ഥത ഉണർത്തുകയാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ബണ്ടിലെ വെള്ളം ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 57-കാരിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപണം. പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത്. കുടുംബത്തിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺ പ്രീത റിപ്പോർട്ട് തേടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന പേരാമ്പ്ര സ്വദേശിനി വിലാസിനി പുലർച്ചെ 5 മണിയോടെയാണ് മരിച്ചത്. ഈ മാസം 7-ന് ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിലാസിനി വിധേയയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്കിടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും സ്റ്റിച്ചിട്ടതായും ഡോക്ടർമാർ അറിയിച്ചതായി കുടുംബം പറഞ്ഞു. കുടലിൽ മുറിവുണ്ടായ ഭാഗത്ത് അണുബാധ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഭാഗം മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചത്. തുടർന്ന് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം വിലാസിനിയുടെ മരണത്തിൽ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺ പ്രീത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. 4ാം ക്ലാസ്സിലെ പഠനത്തോടൊപ്പം ഫാൻസി ആഭരണ നിർമ്മാണത്തിലൂടെ സ്വന്തമായി വരുമാനം നേടുകയാണ് തൃശൂർ അരിമ്പൂർ സ്വദേശിയായ ശ്രീപത്. ഡൗൺ സിൻഡ്രം എന്ന അസുഖത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുമ്പോഴും തന്റെ കലാഭിരുചികളിലൂടെ അതിരുകളില്ലാത്ത ആനന്ദം കണ്ടെത്തുകയാണ് ഈ 11 വയസ്സുകാരൻ. ശ്രീപത് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് കേരളത്തിന് പുറത്തും ആവശ്യക്കാരുണ്ട്. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് ശ്രീപത് പഠിക്കുന്നത്. ഡൗൺ സിൻഡ്രം എന്ന രോഗാവസ്ഥയിലും മുടങ്ങാതെ സ്കൂളിലെത്തുന്ന ശ്രീപത് മറ്റ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവനാണ്. സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നീന്തൽ പരിശീലനത്തിനും ശ്രീപത് സമയം കണ്ടെത്തുന്നു. യോഗയും സിനിമാറ്റിക് ഡാൻസും അഭ്യസിക്കുന്നുമുണ്ട്. കൂടാതെ ദിവസവും 1 മണിക്കൂറോളം ആഭരണ നിർമ്മാണവും. വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ ക്രമപ്പെടുത്തി കലാപരമായി നൂലിഴകളിൽ കോർത്ത് ഭംഗിയുള്ള മുത്തുമാലകൾ ശ്രീപത് നിർമ്മിക്കും. ശ്രീപതിന്റെ അമ്മ നീതുവാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി കൂടെയുള്ളത്. നിർമ്മിച്ച വസ്തുക്കൾ ഭംഗിയായി പാക്ക് ചെയ്യുവാനും വിപണനം നടത്തുവാനും അമ്മയാണ് സഹായത്തിനുള്ളത്. ശ്രീപത് ലവ് ബാൻഡ് എന്ന ബ്രാൻഡിലാണ് വിൽപ്പന. തൃശൂർ നഗരത്തിലെ ഏതാനും കടകളിലും ഗോവയിലും ഓൺലൈനുമായും ശ്രീപത് നിർമ്മിക്കുന്ന ഫാൻസി ആഭരണങ്ങൾ പെട്ടെന്ന് വിറ്റഴിയുന്നു. അവന്റെ പഠനത്തോടൊപ്പം തന്നെ അവന്റെ സിറ്റിംഗ് ടോളറൻസ്, അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള ഹാൻഡ് ബാൻഡ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. അതിന് ഒരു നല്ലൊരു വരുമാനം അവനിപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സിബിഷൻസിൽ പോവുക, അത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുക, അതൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. എക്സിബിഷനുകളിൽ സ്റ്റാളുകളിട്ടും ശ്രീപത് തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. ശ്രീപതിന് പ്രോത്സാഹനമായിട്ടുള്ളത് മാതാപിതാക്കളായ ശ്രീനിതും നീതുവും സഹോദരൻ LKG വിദ്യാർത്ഥി ശ്രീയാനും മുത്തശ്ശി ശാന്തകുമാരിയുമാണ്. വിൽപ്പനയിലൂടെ തനിക്കു കിട്ടിയ വരുമാനം താൻ പഠിക്കുന്ന സ്കൂളിലെ PTA ഫണ്ടിലേക്കും ശ്രീപത് നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കായിക വാർത്ത നോക്കാം. 18ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് മാർച്ച് 22-ന് ആരംഭിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഈ സീസണിന് മുന്നോടിയായ മെഗാ താരലേലം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ IPL ടീമുകളുടെ ശക്തിയിലും ആസൂത്രണത്തിലും വലിയ മാറ്റവും ഉണ്ടാകും. ഫൈനൽ മെയ് 25-ന് കൊൽക്കത്തയിലാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.